ഈ കഴിഞ്ഞ മാസത്തിൽ എറണാകുളം കോടതിയിൽ, ഉപഭോക്തൃ കോടതിയിൽ ഈ അടുത്തിടെ ഉണ്ടായ ഒരു വിധിയിൽ മൈജിക്ക് എതിരായിട്ടാണ്, മൈജി ഔട്ട്ലെറ്റിനെതിരായിട്ടൊരു വിധി ഉണ്ടായി, കോടതി വിധി ഉണ്ടായി. അതിൽ പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട ഘടകം 2023 മലയാള മനോരമ പത്രത്തിലൊരു പരസ്യം വരികയുണ്ടായിരുന്നു. 3000 ചില്ലാൻ വിലയുള്ള ഒരു ബിരിയാണി പോട്ട് 1000 ചില്ലാൻ രൂപയ്ക്ക്, നിസ്സാര വിലയ്ക്ക്, ഇത്തിരി 63% വില കുറച്ച് കൊടുക്കുമെന്നായിരുന്നു പരസ്യം. ഇതിൽ ആകൃഷ്ടനായ ഒരു ഉപഭോക്താവ് ഈ സാധനം പോയി മൈജി പോയി വാങ്ങിക്കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ആണ് ബില്ല് ശ്രദ്ധിച്ചത്. ഈ ബില്ലിൽ ഇതിൻ്റെ ശരിയായ വില 1800 രൂപ അടുത്തുള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിന് കിട്ടിയത് 1200 രൂപയ്ക്കാണ് കിട്ടിയത്. 1800 രൂപ വിലയുള്ള സാധനം 1200 രൂപയ്ക്ക് കിട്ടി. പക്ഷേ ഇവരുടെ ഓഫർ 3000 ചില്ലാനും വിലയുള്ള സാധനം 1200 രൂപയ്ക്ക് കൊടുക്കുന്നു എന്ന ഒരു തെറ്റായ ഒരു കാര്യമാണ് ഇവർ പരസ്യത്തിലൂടെ വലിയൊരു ഓഫറായിട്ട് ഉപഭോക്താവിൻ്റെ മുമ്പിൽ കാണിച്ച് ആകർഷണമാക്കിയത്. അപ്പോൾ ഇതിൽ വിഷമം ഉണ്ടായ ഉപഭോക്താവ് ഈ കടയുടെ മാനേജറുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം അനുകൂലമായ ഒരു മറുപടിയല്ല അദ്ദേഹത്തിന് കൊടുത്തത്. അപ്പോൾ ഇതിൽ വിഷമമുണ്ട്. ഇദ്ദേഹം ഒരു വക്കീൽ നോട്ടീസ് അയച്ചു. ഈ കടയ്ക്കെതിരായിട്ട് വക്കീൽ നോട്ടീസ് അയച്ചിട്ട് പോലും യാതൊരു മറുപടിയും ഇവർ അപ്പോഴും കൊടുത്തില്ല. ഇതിനെതിരായിട്ട് അദ്ദേഹം വക്കീൽ മുഖാന്തരം എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചു. കോടതി അവരുടെ നടപടി പ്രകാരം ഇദ്ദേഹത്തിന് ഇതിൻ്റെ നോട്ടീസ് അയച്ചു. പക്ഷേ യാതൊരു മറുപടിയോ ഈ ഉപഭോക്തൃ കോടതിയുടെ നോട്ടീസ് കിട്ടിയിട്ട് കോടതിയിൽ ഹാജരാവാൻ പോലും ഈ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറായില്ല. ഇത് കോടതി മറ്റുള്ള നടപടികൾക്ക് ശേഷം 10,000 രൂപ നഷ്ടപരിഹാരവും 5,000 രൂപ കോടതി ചെലവും ഈ ഉപഭോക്താവിന് കൊടുക്കാൻ വേണ്ടി ഈ കോടതി വിധിക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരം നടപടികൾ എല്ലാ ഉപഭോക്താക്കളും സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് തെറ്റായ പരസ്യങ്ങൾ ഉണ്ടാവുന്നു. ആ പരസ്യങ്ങളോട് നമുക്ക് എങ്ങനെ പ്രതികരിക്കാമെന്ന തിരിച്ചറിവ് ഉണ്ടാക്കിക്കൊണ്ട് ഈ എല്ലാവരും സ്വയം ഉത്ഭുതരായിക്കൊണ്ട് ഇതിനെതിരെ പ്രതികരിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക്, ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള തെറ്റായ നടപടികൾക്കെതിരെ നമ്മൾക്ക് പ്രതികരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാ ഉപഭോക്താക്കളും തിരിച്ചറിയണം നമുക്ക് എന്തൊക്കെയാണ് അവകാശങ്ങൾ, എന്തൊക്കെ രീതിയിൽ നമുക്ക് പ്രതികരിക്കാം എന്നുള്ള ഒക്കെ കാര്യങ്ങൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ ഈ യൂട്യൂബിലും മറ്റുള്ള ബ്ലോഗേഴ്സൊക്കെ വന്നിട്ടുണ്ട്. പല തെറ്റായ സാധനങ്ങളും, അവർ ഇൻഫ്ലുവൻസേഴ്സാണ്, അവർക്ക് ഒരുപാട് ആളുകളെ സ്വാധീനിക്കാനുള്ള ശക്തിയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ആളുകൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടി, ഓൺലൈൻ ഇതിലൂടെയൊക്കെ വരുന്നതുകൊണ്ട്, കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് അവർക്ക് തെറ്റായ രീതിയിൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഒരു ഫുഡ് പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പെയ്ഡ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഓരോ സാധനങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ട് പറയുകയാണെങ്കിൽ ആ പറഞ്ഞ സാധനം തെറ്റാണ്, അല്ലെങ്കിൽ അത് മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ആ ഉപഭോക്താവിന് അത് ഉപയോഗിച്ചതിന് ശേഷം ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉപഭോക്തൃ കോടതിയെ ആ ഉപഭോക്താവിന് സമീപിക്കാവുന്നതാണ്. അല്ല, ആക്ച്വൽ പ്രൈസ് നമുക്ക് കണ്ടെത്താൻ മാർഗ്ഗങ്ങളില്ല. കാര്യം അവർ പറയുന്ന വിലയാണ്, അവർ പറയുന്ന വിലയിൽ നിന്ന് കുറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ ഉദാഹരണത്തിൽ അവരുടെ ആക്ച്വൽ പ്രൈസ് അവർ ബില്ലിൽ ചേർത്തു. അവർ ടാക്സിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ബില്ലിൽ ചേർത്തു. ബില്ലിൽ ചേർത്തപ്പോഴാണ് ഉപഭോക്താവിന് മനസ്സിലായ ഇത് 1800 രൂപയുടെ വിലയുള്ളൂ എന്ന് മനസ്സിലാക്കിയത്. അത് അവർക്കൊരു അബദ്ധം പറ്റിയതാണ്. അവരത് ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല. മാനേജ്മെൻറ്റ് അത് ശരിക്കും ശ്രദ്ധിക്കാതെ വരികയും അത് സ്റ്റാഫ് കൈകാര്യം ചെയ്തതിൽ വന്ന അപാകതയുമാണ്. അപ്പോൾ അത് ഉപഭോക്താവ് തിരിച്ചറിയുകയും ആ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കൺസ്യൂമർ കോടതിയെ സമീപിച്ചത്. നമ്മൾ തിരിച്ചറിയില്ല. ഇപ്പോൾ അതുപോലെ തന്നെ വസ്ത്രങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് വില കൂട്ടിയല്ലേ വസ്ത്രങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ പല വസ്ത്രങ്ങൾക്കും പ്രിൻ്റർ റേറ്റ് ഒന്നും ഉണ്ടാവില്ല, പല എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ വസ്ത്രങ്ങൾ പ്രിൻ്റഡ് റേറ്റുള്ള വസ്ത്രങ്ങളാണ് കൂട്ടി വില വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് സ്റ്റിക്കർ ഒട്ടിച്ചോ ഏതെങ്കിലും രീതിയിൽ ബില്ലിലോ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഉപഭോക്താവ് ബോധവാനാവണം. ഒരു ഷർട്ട് എടുക്കുമ്പോൾ ആ ഷർട്ടിന് എത്ര വിലയ്ക്ക് കൊടുക്കാം, എത്ര അതിന് മൂല്യമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് എപ്പോഴും ഉപഭോക്താവിനുണ്ടാവണം. പലപ്പോഴും ഉപഭോക്താക്കൾ ബ്രാൻഡിൻ്റെ പുറകെ പോവുകയോ ഈ കടക്കാരൻ പറയുന്നത് കണ്ണടിച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.
അതുപോലെ തന്നെ ഒരു ഷർട്ട് വാങ്ങുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് തിരിച്ചു കൊടുക്കാനുള്ള റേറ്റ് ഉണ്ട്. ഒരു ഡിഫക്റ്റീവ് പ്രൊഡക്റ്റാണ്, എൻ്റെ ബട്ടൺസ് ഇല്ല, അല്ലെങ്കിൽ എൻ്റെ കോളറില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. ഏത് ഡ്രസ്സ് വാങ്ങുകയാണെങ്കിലും, ഏത് വസ്ത്രം വാങ്ങിയിട്ട് അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് തിരിച്ചു കൊടുക്കാനുള്ള അവകാശം നമുക്കുണ്ട്. കാര്യം അത് ഡിഫക്റ്റീവ് പ്രൊഡക്റ്റാണ്. അങ്ങനെ അത് തിരിച്ചെടുത്തില്ലെങ്കിൽ അത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസാണ്. അങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ പല കടക്കാരും പറഞ്ഞാൽ നിങ്ങൾക്ക് തത്തുല്യ മൂല്യമുള്ള അല്ലെങ്കിൽ തുകയുടെ വേറൊരു സാധനം വാങ്ങണം, അല്ലെങ്കിൽ കൂടുതൽ മൂല്യമുള്ള ഒരു തുകയുടെ സാധനം വാങ്ങണം, ഒരിക്കലും യാതൊരു കാരണവശാലും പണം തിരിച്ച് തരില്ല എന്ന് പറയാറുണ്ട്. അത് തെറ്റായ വ്യാപാര തന്ത്രമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഉപഭോക്തൃ കോടതിയെ ഒരു ഉപഭോക്താവിന് സമീപിക്കാവുന്നതാണ്. ഉപഭോക്തൃ കോടതിയെ സമീപിക്കാൻ ഒരു സംഭവം നടന്നതിന് ശേഷം 2 വർഷത്തിനുള്ളിൽ കോടതിയെ സമീപിക്കണമെന്നാണ് നിയമം. ഈ 2 വർഷം ഇല്ലെങ്കിൽ ചിലപ്പോൾ 2-3 വർഷം ആയിരിക്കാം. എങ്കിൽ പോലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട അവസാന കത്തിടപാടുകൾ കമ്മ്യൂണിക്കേഷൻ നടന്നതിന് ശേഷം ഉള്ള 2 വർഷം, ഒരു 2023 നടന്ന സംഭവമായിരിക്കാം. പക്ഷേ 2024 അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട കത്തിടപാടുകൾ തീർന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ സമയത്ത്, അതായത് അവസാന കത്തിടപാടുകൾ എന്നാണ് നടന്നത്, അതിനുശേഷം 2 കൊല്ലം നമുക്ക് ലഭിക്കും. ആ 2 കൊല്ലത്തിനുള്ളിൽ കൺസ്യൂമർ കോടതിയെ സമീപിച്ചാൽ മതിയാവും. ജനങ്ങൾക്ക് കൂടുതൽ അവയർനെസ് ലഭിക്കും. ഉപഭോക്തൃ കോടതിയുടെ ശക്തമായ ഇടപെടൽ ഒരു ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന് വളരെ നല്ലതാണ്. കാരണം ജനങ്ങൾക്കിടയിൽ കൂടുതൽ അവയർനെസ് ലഭിക്കും. ഉപഭോക്തൃ കോടതിയിൽ പോയാൽ തങ്ങൾക്ക് നീതി ലഭിക്കുമോ എന്നുള്ള ചിന്തയൊക്കെ ആളുകൾക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിധികളുണ്ടാകുമ്പോൾ, കോടതി വിധികളുണ്ടാകുമ്പോൾ വ്യാപാരികളും ശ്രദ്ധിക്കും. ഇത്തരം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാതെ അതല്ലെങ്കിൽ ഇത്തരം അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ഫോളോ ചെയ്യാതെ വ്യാപാരികളും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കും. ജനങ്ങൾക്കും നല്ലതാണ്, ഉപഭോക്താക്കൾക്ക് നല്ലതാണ്, അതുപോലെ തന്നെ വ്യാപാരികൾക്ക് നല്ലതാണ്. കൂടുതൽ ശ്രദ്ധ ഇരു വിഭാഗത്തിനും ഉണ്ടാകുമ്പോൾ അത് നല്ല ഒരു വ്യാപാരം നടക്കുവാൻ സാധ്യത ഉണ്ടാകും. ഒരു ഉപഭോക്താവ് പറ്റിക്കപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉപഭോക്തൃ കോടതിയെ സമീപിക്കാം. തീർച്ചയായിട്ടും ആദ്യം നിങ്ങൾ നേരിട്ട് സംസാരിക്കുക, ഉപഭോക്താവ് ഈ കടക്കാരനുമായിട്ട് സംസാരിക്കുക. എനിക്കത് അതിൻ്റെ അനുകൂലമായ ഒരു കോമ്പൻസേഷനോ മറ്റൊക്കെ തന്നു കഴിഞ്ഞാൽ സെറ്റിൽ ചെയ്യാമെങ്കിൽ അന്ന് സെറ്റിൽ ചെയ്യാം. അതല്ല അത് സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപഭോക്തൃ കോടതിയെ സമീപിക്കാവുന്നതാണ്. ഉപഭോക്തൃ കോടതിയെ സമീപിക്കണമെങ്കിൽ 2 രീതിയിൽ സമീപിക്കാം. ഒന്ന്, ഈ ഉപഭോക്താവിന് നേരിട്ട് കോടതിയിൽ കേസ് നടത്താവുന്നതാണ്. അതല്ലെങ്കിൽ ഒരു വക്കീൽ മുഖാന്തരം നടത്താവുന്നതാണ്. ഉപഭോക്തൃ കോടതിയിൽ കേസ് നടത്തണമെങ്കിൽ ഈ നിയമത്തെക്കുറിച്ചൊക്കെ ആ ഒരു പ്രാഥമികമായ ജ്ഞാനം ഈ ഉപഭോക്താവിന് ഉണ്ടാവണം. എങ്ങനെയാണ് കേസ് നടത്തേണ്ടതെന്ന് ഇദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടാവണം. ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു വില്ലേജ് ഓഫീസിലോ ഒരു പരാതി കൊടുത്തിട്ട് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പോലെ നടക്കില്ല. കാര്യം ഇതൊരു സിവിൽ കോടതിയുടെ നടപടിക്രമങ്ങളൊക്കെയാണ് ഈ ഉപഭോക്തൃ കോടതിയിൽ ഇത് മുമ്പ് നടക്കുന്നത്. അപ്പോൾ പരാതി കൊടുത്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ പോലെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു ബോധ്യം ആർക്കുണ്ടായിരിക്കണം? ഉപഭോക്താവിന് ഉണ്ടായിരിക്കണം. തെളിവ് നിയമപ്രകാരവും കോൺട്രാക്ട് നിയമപ്രകാരമുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു പ്രാഥമികമായ ഒരു അവയർനെസ് ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ഈ കേസ് നടത്തേണ്ടതെന്നുള്ള പ്രാഥമികമായ അവയർനെസ് ആർക്കുണ്ടായിരിക്കണം? ഉപഭോക്താവിനുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഒരു വക്കീലിനെ വെച്ച് നടത്തുകയായിരിക്കും ഉചിതം. ഒരു വക്കീലില്ലാതെ ഏത് വ്യക്തിക്കും, ഇപ്പോൾ ഹൈക്കോടതിയിൽ പോലും ഒരു കേസ് പാർട്ടി ഇൻ പേഴ്സണായിട്ട് നടത്താവുന്നതാണ്. ഏത് കോടതിയിലും ആർക്ക് വേണമെങ്കിലും ഒരു കേസ് നടത്താവുന്നത്, അത് യാതൊരു തടസ്സവുമില്ല. പക്ഷേ അത് ഇത്തിരി എഫക്റ്റീവായ രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഉപഭോക്താവ് നേരിട്ട് ചെന്ന് കേസ് നടത്തുമ്പോൾ അവിടെയുള്ള കോടതി നടപടികളൊക്കെ അപ്രതീക്ഷിതമായിരിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് അറിയാതെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് കേസ് ഉപേക്ഷിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരാതിരിക്കാൻ ഒന്നില്ലെങ്കിൽ ഒരു വക്കീലിൻ്റെ സഹായം തേടുക, അല്ലെങ്കിൽ ആ വക്കീലിൻ്റെ അഡ്വൈസോടു കൂടി കേസ് നടത്തുകയായിരിക്കും നല്ലത്. വീഡിയോ ദൃശ്യങ്ങൾ തെളിവായിട്ട് സ്വീകരിക്കും. അതുപോലെ തന്നെ ഇവരുടെ സംസാരങ്ങൾ തെളിവായിട്ട് സ്വീകരിക്കും. അതുപോലെ ബില്ല്, നമ്മൾ ഈ ഒരു ഒരു സാധനം വാങ്ങിക്കുന്ന ബില്ല് പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, നമ്മൾ ഗൂഗിൾ പേ വഴിയോ മറ്റുള്ള പേയ്മെൻറ്റ് കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ തെളിവായിട്ട് സ്വീകരിക്കും. അതുപോലെ തന്നെ ഈ കടയുമായി അല്ലെങ്കിൽ ഈ ഉൽപ്പാദകനായിട്ട് നടന്ന കമ്മ്യൂണിക്കേഷൻസ്, ഈ ഇമെയിൽ വഴിയോ മറ്റുള്ള ഏതെങ്കിലും വാട്സാപ്പ് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻസ്, SMS, ഇതെല്ലാം തെളിവുകളായിട്ട് സ്വീകരിക്കും. പണം പോകുന്നത്, നഷ്ടമാകുന്നത് പാവപ്പെട്ട ഉപഭോക്താക്കളുടെ മാത്രമാണ്. അങ്ങനെ നമ്മളെ പറ്റിക്കാൻ ആരെങ്കിലും തുനിഞ്ഞാൽ അതിന് ശക്തമായ നടപടിയെടുക്കാനുള്ള നിയമ സംവിധാനങ്ങൾ ഇവിടെയുണ്ട് എന്ന് ബോധവാന്മാരാകുക.